നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് വലിയ മാധ്യമവേട്ടയാണ് കേരളത്തിലെ ചലച്ചിത്ര നടന്മാർക്ക് നേരെ നടക്കുന്നത്. ഒരു ആരോപണം വന്നാൽ പ്രഥമദൃഷ്ടിയായുള്ള യാതൊരു പരിശോധനയും കൂടാതെയാണ് മാധ്യമങ്ങൾ അത് എടുത്തിട്ടലക്കുന്നത്. എന്നാൽ ആ ഒരു രീതി നടികൾക്കെതിരെ ആരോപണം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഇനി ഏറ്റവും വലിയ ഉദാഹരണമായി പറയുന്നത് നടിയും സംവിധായകൻ ആഷി കപൂറിന്റെ ഭാര്യയുമായ റിമ കല്ലിങ്കലിനെതിരെ വന്ന ലഹരി ആരോപണമാണ്. തമിഴ് ഗായിക സുചിത്രയാണ് റിമ കല്ലിങ്കൽ വീട്ടിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തിയിരുന്നതായി ആരോപണം ഉന്നയിച്ചത്. ഈ വാർത്ത വന്ന് അല്പസമയത്തിനകം അത് പ്രമുഖ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി. ഇത് ഇരട്ടത്താപ്പാണെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കുമെതിരെ ആഞ്ഞടിച്ച മാധ്യമപ്രവർത്തകയാണ് ദ ന്യൂസ് മിനിറ്റിന്റെ ഉടമയും മാധ്യമപ്രവർത്തകയുമായ ധന്യ രാജേന്ദ്രൻ. പക്ഷേ റിമയ്ക്കെതിരായ ആരോപണത്തിൽ ധന്യ രാജേന്ദ്രനും ഒന്നും മിണ്ടിയില്ല. ഇതിനെതിരെ നടി ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് റിമയുടെ വാർത്തകൾ മുക്കിയത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം അവർ തുറന്നടിച്ചത്. അതുപോലെ തന്നെ സംവിധായകൻ രഞ്ജിത്ത് തന്റെ നഗ്ന ഫോട്ടോകൾ നടി രേവതിക്ക് അയച്ചു നൽകിയെന്ന യുവാവിന്റെ പ്രതികരണത്തിൽ രേവതിയുടെ മൊഴി പോലും എടുക്കേണ്ട എന്ന നിലപാടാണ് പല മാധ്യമങ്ങളും എടുത്തത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് പലരും WCC വരെ വിമർശിക്കുന്നത്. അതുപോലെ കാരവാനിലെ ടോയ്ലറ്റിൽ കയറാൻ അനുവാദം ചോദിച്ച ജൂനിയർ ആർട്ടിസ്റ്റായ നടിയെ ഇറക്കിവിട്ട WCCയിലെ പ്രമുഖ നായിക ആരെന്ന് വെളിപ്പെടുത്തണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ആവശ്യം ഉയർന്നു കഴിഞ്ഞു. സംവിധായകനായ അഖിൽ മാരാർ, നിർമ്മാതാവായ സാന്ദ്ര തോമസ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി തുടങ്ങിയ നിരവധി ചലച്ചിത്ര പ്രവർത്തകർ WCCയിലെ പ്രമുഖ നടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ സ്ത്രീവിരുദ്ധ സമീപനം തുറന്നുകാട്ടിയിരുന്നു. സോഷ്യൽ മീഡിയയിലെ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: അമ്മ പോലുള്ള സംഘടനയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ ആ പേര് പുറത്തു വന്നേനെ. പക്ഷേ ഇവിടെ പ്രതിസ്ഥാനത്ത് പുരോഗമനം പറയുന്ന, സ്ത്രീപക്ഷ നിലപാട് പറയുന്ന WCCയാണ്. അതുകൊണ്ടാണ് ആ പ്രമുഖ താരത്തിൻ്റെ പേര് പുറത്തു വരാത്തത്. ഇങ്ങനെയാണ് വിമർശനം പോകുന്നത്. ഇതോടെ താരങ്ങളെ ശുദ്ധീകരിക്കാൻ ഇറങ്ങിയ WCCയും ഫലത്തിൽ പുലിവാല പിടിച്ചിരിക്കുകയാണ്. അതുപോലെ നടന്മാർക്ക് തുല്യമായി വേതനം വേണമെന്ന് പറയുന്ന WCC ഒന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നേരെ നടക്കുന്ന വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ യാതൊന്നും പ്രതികരിക്കാറില്ല. അതേസമയം തനിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്ത നടി റിമ കല്ലിങ്കലിന്റെ നടപടിയിൽ പ്രതികരിച്ച് ഗായിക സുചിത്ര രംഗത്ത് വരികയും ചെയ്തിരുന്നു. റിമ കല്ലിങ്കലിന്റെ പരാതിയിൽ തനിക്കെതിരെ കേസെടുക്കാനാകില്ല, കേസ് എടുക്കേണ്ടത് അഭിമുഖം വന്ന ചാനലിനെതിരെയാണെന്നും ഗായിക വ്യക്തമാക്കിയിരുന്നു. നടി റിമ കല്ലിങ്കലിന്റെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടി സംഘടിപ്പിക്കാറുണ്ടെന്നായിരുന്നു സുചിത്രയുടെ ആരോപണം. പാർട്ടിയിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കാറുണ്ടായിരുന്നുവെന്നും നിരോധിതമായ വസ്തുക്കൾ പാർട്ടിയിൽ ഉപയോഗിച്ചിരുന്നുവെന്നും ഇത് റിമയുടെ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര ആരോപിച്ചിരുന്നു. എന്നാൽ സുചിത്രയുടെ ആരോപണങ്ങൾക്കെതിരെ പരാതിയുമായി നടി റിമ കല്ലിങ്കൽ രംഗത്ത് വരികയായിരുന്നു. ഈ ആരോപണങ്ങൾ നിഷേധിച്ച താരം പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചതായും ഗായികയ്ക്കെതിരെ പരാതി നൽകിയതായും വ്യക്തമാക്കിയിരുന്നു. ഫഹദ് ഫാസിൽ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള പരാമർശത്തിനും റിമയുടെ പക്കൽ മറുപടിയുണ്ട്. നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് റിമയുടെ തീരുമാനം. പിണറായി വിജയൻ മുതൽ റിമ കല്ലിങ്കൽ വരെയുള്ളവർക്കെതിരെ വിവിധ ആരോപണങ്ങളായിരുന്നു സുചിത്ര ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉന്നയിച്ചത്. ധനുഷ്, വിശാൽ തുടങ്ങി തമിഴ് സിനിമാ താരങ്ങൾക്കെതിരെയും സുചിത്ര ഈ വീഡിയോയിൽ കടുത്ത ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചത്. ഗായിക, റേഡിയോ ജോക്കി എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ സുചിത്ര 2017 തമിഴ് സിനിമയിൽ വലിയ കോളുകൾക്കുമാണ് സൃഷ്ടിച്ചത്. സുജി ലീക്സ് എന്ന ഹാഷ്ടാഗോടെ സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് സെലിബ്രിറ്റികളുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും പുറത്തുപോയത് വലിയ വിവാദമായിരുന്നു.